Hey, hello, assalamu alaikum. Hope you all are good. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ പച്ചമുന്തിരി നല്ല പുളിയുള്ളൊരു മുന്തിരിയാണ്, അപ്പോൾ കുരുവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉലുവും പൊട്ടിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂട്ടി നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് വേണം. ഇഞ്ചി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പച്ചമുളകും വേണം, നന്നായിട്ട് ചെറുതാക്കി എടുത്തതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ബ്രൗണിഷ് കളർ ആവണ വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി, പിന്നെ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ മിസ് ഔട്ട് ആയിട്ടോ. അതിനുശേഷം നമ്മൾ പച്ചമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പച്ചമുന്തിരി നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ പച്ചമുന്തിരി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനേഗിരി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വിനേഗിരി, പിന്നെ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്തിരി നന്നായിട്ട് പുളി ആയതുകൊണ്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു ശർക്കര ഇട്ട് കൊടുത്താല്. അങ്ങനെ എല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ മുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുന്തിരി അച്ചാറാണ്, നല്ല വെറൈറ്റി ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.